മുക്കിലേക്ക് നിറയെ മരങ്ങളും പാറകളും നിറയെ വെള്ളവും ഒക്കെയായിട്ട് കാണാൻ എന്ത് രസമല്ലേ. നമുക്ക് അതിന്റെ കൂടെ വരാൻ തോന്നിയത് ഭാഗ്യം. അല്ലരക്ക് ഐസ്ക്രീമും കിട്ടി. നമുക്ക് ആദ്യം കാണാതെ വെള്ളത്തിലോട്ട് ഒന്ന് കാലിട്ട് നോക്കിയാലോ? നമുക്ക് കുളിക്കാനൊക്കെ തോന്നുന്നു. അല്ലടലേക്ക് റോമ, നീ കണ്ടോ എന്ത് രസമാണ്. ഈ ആന്റിക്ക് ഹോസ്പിറ്റലിൽ പോകുമ്പോ എപ്പോഴും ഇവിടേക്കൊക്കെ വരാം. അല്ലടലേക്ക് അമ്മേ, അമ്മ എന്നോട് കൂടുതലൊന്നും പറയിപ്പിക്കണ്ട. ഞാൻ വല്ലതുമൊക്കെ ഉറക്കെ അങ്ങ് വിളിച്ചു പറയും കേട്ടോ. പറയടി, നിന്റെ വായിലുള്ളത് മൊത്തം അങ്ങ് പറയടി, ഞാൻ കേൾക്കട്ടെ. എന്തൊക്കെയാ നിനക്ക് പറയാനുള്ളത്? നിനക്കിപ്പോ എന്നെ അരച്ച് കലക്കി കുടിക്കാനുള്ള ദേഷ്യവുമായിട്ടായിരിക്കും അല്ലേ നീ ഇങ്ങനെ ഇരിക്കുന്നേ? ആവശ്യമില്ലാത്ത ഓരോന്ന് പറഞ്ഞു വരണ്ട കേട്ടോ അമ്മേ. ഇത് എവിടെയാണ് സ്ഥലമെന്നൊന്നും ഞാൻ നോക്കില്ല. അവരവിടെ എന്തൊക്കെയോ സംസാരിച്ചോണ്ടിരിക്കുക. നമുക്ക് വെള്ളത്തിലോട്ടൊന്ന് ഇറങ്ങി നോക്കിയാലോ? ആരൊക്കെയുണ്ട്? എന്റെ ഈശ്വരാ, എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവള് എന്തൊക്കെയോ പറയുന്നു. നാട്ടുകാരെ ഓടി വരണേ, ആരുമില്ലേ ഇവിടെ? എന്റെ മരുമകൾ എന്നെ എന്തൊക്കെയോ പറയുന്നു, വീട്ടിലോട്ട് വരണ്ടെന്നൊക്കെ പറയുന്നു. നാട്ടുകാരെ എല്ലാവരും ഒന്ന് ഓടി വരണേ. അയ്യോ, എനിക്ക് ആരുമില്ലേ. അതെ, തുടങ്ങി. അമ്മ അങ്ങനെ തന്നെ തുടങ്ങി. വീട്ടിൽ നിന്നുള്ള സ്വഭാവം എവിടെ പോയാലും മാറ്റരുതേ കേട്ടോ. ഞാനേ ശ്യാമേട്ടനെ വിളിച്ചിട്ടുണ്ട്. ഇനി അമ്മ ശ്യാമിന്റെ കൂടെ വന്നാ മതി. ഞാൻ കൊണ്ടുവന്ന നന്ദി പോലുമില്ല. എന്തൊക്കെയാ വിളിച്ചു പോകുന്നേ? ആരെങ്കിലും കേട്ടോ ഇല്ലയോ എന്ന് വേണ്ടി തന്നെയാടി ഞാനിങ്ങനെയൊക്കെ പറയുന്നേ. എല്ലാവരും അറിയട്ടെ നിന്റെ തനി സ്വഭാവം. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും അറിയട്ടെ. എന്തൊക്കെ ഞാൻ സഹിക്കണം? ദേടി, നിനക്ക് എന്നോട് വർത്തമാനം പറയാൻ 40 നാവാണല്ലോ. ഞാനത് കാണിച്ചു തരാം. അമ്മ എന്തൊക്കെയോ പറഞ്ഞത് കൊണ്ടല്ലേ ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞേ. അമ്മയ്ക്ക് എന്നോട് മാന്യമായിട്ട് സംസാരിച്ചൂടെ? എനിക്ക് ഇത്രയൊക്കെ മാന്യതയുള്ളൂ എടി. ഈ മാന്യത വെച്ചിട്ടാ ഇത്രയും കാലം ഞാൻ ജീവിച്ചത്. ഇവിടുന്ന് അങ്ങോട്ടും ഇതേ മാന്യതയെ എനിക്കുണ്ടാകൂ. മനസ്സിലായോടി കള്ളത്തി? കള്ളത്തിയെ ഞാനല്ല, നിങ്ങളും നിങ്ങളുടെ മോനുമാണ്. മനസ്സിലായോ? എന്നെ പറയാൻ നിൽക്കണ്ട. ഞാനത്തെ നിനക്ക് ഐസ്ക്രീം കിട്ടിയില്ലല്ലോ. ഞങ്ങൾക്ക് വന്നപ്പോ തന്നെ ഞങ്ങള് കരഞ്ഞോണ്ട് ഒരെണ്ണം വാങ്ങി തന്നു. പിന്നെ വാങ്ങി തന്നതേ ഇല്ല. അമ്മേ, ശ്യാമിന്റെ സ്വഭാവം നമുക്ക് അറിയാലോ. വെറുതെ ഓരോന്ന് വിളിച്ചു പറഞ്ഞ് ശ്യാമിന്റെ പ്രഷർ കൂട്ടാൻ നിൽക്കണ്ട. പിന്നെ എന്തൊക്കെ സംഭവിക്കാന്ന് അറിയാലോ. ഐസ്ക്രീമോ ഏതായാലും കിട്ടിയില്ല. വീട്ടിലോട്ട് പോകുമ്പോ എന്തെങ്കിലും ഒരു ഫുഡെങ്കിലും വാങ്ങി തന്നാ മതിയായിരുന്നു. ഞാനേ എന്റെ മോനോട് എന്റെ സങ്കടങ്ങളെല്ലാം പറയും. അത് പറയരുതെന്ന് പറയാൻ നിനക്ക് എന്താടി അവകാശം? നീ എന്റെ മേൽ അധികം പരിക്കാൻ നിൽക്കേണ്ട. എനിക്കറിയാം അവനോട് എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നീ എന്നെ പഠിപ്പിക്കാൻ വരരുത്, മനസ്സിലായോ? ഈശ്വരാ, ഞാൻ എന്ത് എനിക്ക് വയ്യ.